ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ട് ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നാടൻ ഞണ്ട് കറിയാണ്. അപ്പം നമുക്ക് സമയം കളയാണ്ട് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്രാബ് ക്ലീൻ ചെയ്യണം. ഇതാണ് എൻ്റെ ക്രാബ് ഞണ്ട്, 1 കിലോ, ആകെ 5 എണ്ണേ ഉള്ളൂ. മീഡിയം സൈസാണ്. അപ്പം നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് കാണാം. അപ്പോൾ അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത് സബോള, ഇടത്തരം സബോള 6, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇച്ചിരി വാളംപുളി, അതുപോലെ തന്നെ തക്കാളി. ഈ നമുക്ക് നമ്മുടെ മീൻ ചട്ടിയിൽ ഇച്ചിരി ഓയിലൊഴിച്ച് അതിലോട്ട് ഇച്ചിരി കടുക് പൊട്ടിച്ച് അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ശകലം വേപ്പില, ഡ്രൈ ലീവ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ഡ്രൈ ലീവ്സ് ഇടുക. എന്നിട്ട് പൊടിയായിട്ട് അരിഞ്ഞ സബോള ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴഞ്ഞ് വരണം. ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴഞ്ഞ് വരും. അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം. ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് വേഗം വഴഞ്ഞു വരും, എളുപ്പമാണ്. അപ്പം തന്നെ ഞാൻ ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അതിലിട്ട് കൊടുത്തു. എല്ലാം കൂടി 3ഉം കൂടി ഒന്ന് വഴഞ്ഞു വരുമ്പോൾ അതിലോട്ട് പച്ചമുളക്, 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു, അത് നടുക് മുറിച്ച് അതിലിട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. അധികം പഴുത്തതുമല്ല, എന്നാൽ അധികം പച്ചയല്ല, മീഡിയം ലെവലിലുള്ള തക്കാളി 1 ഇച്ചിരി പുളിക്ക് വേണ്ടിയിട്ടാണ്. പുളി പിഴിയുന്നുണ്ട് നമ്മൾ, കുടപ്പുളിയല്ല, വാളംപുളി. എന്നാലും ഇച്ചിരി തക്കാളികളുള്ള ഇത്തിരി കൊഴുപ്പ് പോലെ ഉണ്ടാവും ഗ്രേവിക്ക്, അതിനാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഇനി എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി, നമ്മുടെ എരിവനുസരിച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ 3 പൊടി ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച വാളംപുളിയുടെ വെള്ളം, അതോടൊപ്പം തന്നെ ആ അരപ്പൊന്ന് തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച ക്രാബും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കളർ മാറുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡിഷാണ്. ഇപ്പോൾ ബ്ലൂ കളറാണ്, ഇനി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് റെഡാവും. നന്നായിട്ട് വെന്ത് വരുമ്പോൾ അത് റെഡായി മാറും. അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കൊരു 10 മിനിറ്റ് വരെ വേവിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് എണ്ണയ്ക്ക് തെളിഞ്ഞ് വന്നു. ഇനി ഒന്ന് ഇളക്കിയും യോജിപ്പിക്കുക. ഇപ്പോൾ ദേ കുറേശ്ശെ റെഡായി തുടങ്ങിയിട്ടുണ്ട്. നല്ല റെഡാവുമ്പോൾ നമ്മുടെ ഞണ്ട് പാകമാവും. നന്നായിട്ട് കുറുകി. ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്യുക. നന്നായി അത് യോജിപ്പിക്കുക. ഇപ്പോൾ നല്ല എരിവായിട്ടുണ്ടാവും, കാരണം മുളക് പൊടി, പച്ചമുളക്, കുരുമുളകും ചേർത്ത് നമ്മുടെ എരിവിന് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഞണ്ട് കറി